നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ എന്നാ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, നമ്മൾ മലയാളികളുടെ വികാരമായ ബീഫ് ഫ്രൈ. അതും നല്ല കറുത്ത കളറില് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാതെ കഴിക്കാൻ പറ്റുന്ന, പുറത്തിരിക്കും തോറും ടേസ്റ്റ് കൂടിക്കൂടി വരുന്ന, പുറത്തിരുന്നാലും കേടാവാത്ത, വളരെ കുറച്ച് മസാലകൾ മാത്രം വെച്ച് ചെയ്യുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ. അതും നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് ഫ്രൈ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ബീഫ് ഫ്രൈ കൂട്ടി എന്താ കഴിക്കേണ്ടതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അതെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് പുളിശ്ശേരിയോ മോരുകറിയോ പിന്നെ ആഡംബരത്തിന് ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടിയോ അച്ചിങ്ങ പയറോ ഒക്കെ ഉണ്ടെങ്കിൽ ഉഫ് കീട്ടു ആഡംബരം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കുക്കറിലാണ് കേട്ടോ ബീഫ് വേവിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഒരു 1/2 കിലോ ബീഫ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1.5 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ തന്നെ നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ ഒരു മീറ്റ് മസാല ഒരു ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കല്ലുപ്പ്. ഇത്രയാണ് ഞാൻ ഇടുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ബീഫിൽ ഇപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി അതങ്ങ് വെന്തോളും. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കാം. ഓവർനൈറ്റ് ഒക്കെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ബീഫ് ഇപ്പം വെന്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഇനി അതിലേക്ക് തൊലി കളയാതെ തൊലിയോടുകൂടി നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ തൊലി കളയാൻ പാടില്ല. നന്നായിട്ട് കഴുകിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ചതച്ച് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർക്കാം. സവോള ഇതിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. സവോളയ്ക്കൊരു ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബീഫ് ഫ്രൈക്ക് ആ ഒരു മധുരത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളിതിൽ ചെറിയ ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു അരമുറി തേങ്ങയുടെ ഏകദേശം 1/4 ഭാഗത്തോളം ഉണ്ട് കേട്ടോ. അരമുറിയിൽ കൂടുതൽ ഒരു 1/4 ഭാഗത്തോളം തേങ്ങാക്കൊത്തുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റാം. നമ്മൾ തേങ്ങ വെളിച്ചെണ്ണ ഇടുമ്പോഴേ ആദ്യമേ തേങ്ങാക്കൊത്തിട്ട് ഫ്രൈ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇടുമ്പോൾ നമ്മൾ പായസത്തിലൊക്കെ തേങ്ങ വറുത്തിടുന്ന പോലെ ആയിപ്പോൾ. അപ്പോൾ ഇതാണ് ടേസ്റ്റ്. ഇനി നമ്മൾ ബീഫും കൂടെ ഇട്ടൊരു 40-45 മിനിറ്റ് വേവിക്കുമ്പോൾ ഒന്ന് സോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് കറക്റ്റ് പരുവത്തിൽ കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ കറിവേപ്പില ഒന്ന് ഒരു 10 സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു ചതച്ച മുളക് ഒരു 2.5 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ചതച്ച മുളക് മസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഈ ബീഫ് ഫ്രൈക്ക് ആ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത് ഈ ചതച്ച മുളകാണ്. ഇനി നമ്മുടെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ മുളകിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറി വരുമ്പം നമുക്കതിലേക്ക് ബീഫ് ചേർക്കാം. നമ്മളിനി ആ ബീഫിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ആ വേവിച്ച സമയത്ത് ചേർത്തേക്കുന്ന മസാലകൾ മാത്രമേ ഉള്ളൂ. വേറെ ഓവറായിട്ടുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇതാ കണ്ടോ, നമ്മൾ ആ ബീഫ് വേവിച്ച സമയത്തുള്ള വെള്ളം തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫിലെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഈ ബീഫ് കഴിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ എത്ര നേരം ആ ചീനച്ചട്ടിയിലിട്ട് നമ്മുടെ ബീഫ് ചെറിയ തീയിൽ വേണം സോട്ട് ചെയ്യാൻ. എത്ര നേരം വഴറ്റുന്നോ
അത്രയും നമ്മുടെ ബീഫ് നല്ല ഡാർക്ക് കളറായി വരും. അപ്പോൾ നമുക്ക് ആ ഒരു ഡാർക്ക് കളർ വേണ്ടതുകൊണ്ട് ഇനിയും ഒരു 15-20 മിനിറ്റെങ്കിലും ആ ചെറിയ തീയിലിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ കുറച്ച് പച്ചമുളക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വറ്റൽമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാം. അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ നമ്മുടെ ഈ ബീഫ് ഫ്രൈ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ, ബീഫ് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. ഇത് നമ്മൾ ഫ്രൈയും കൂടെ ആകുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് വെളിച്ചെണ്ണ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫിൻ്റെ കളറിങ്ങനെ മാറി മാറി വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ ബീഫ് ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾക്ക് ബീഫിൻ്റെ കളർ എത്രത്തോളം ഡാർക്ക് ആവണോ അത്രത്തോളം നേരം ഈ ബീഫ് ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 2-3 മിനിറ്റ് ഇടവിട്ട് ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെ വേണം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് മാത്രം പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്യാം. ഇനി ഒരു പിഞ്ചളവിൽ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ചതച്ച മുളകാണ്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്തും നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് വരും. ഞാൻ പിന്നെ ആഡ് ചെയ്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ടൈമിലും വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്തും വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഓവറായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാത്തത്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. നിങ്ങളുടെ കയ്യിൽ പെരുജീരകം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട്, പൊടിക്കുകയല്ല, ഒന്ന് ചതച്ചിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മളൊരു 10-15 മിനിറ്റ് അതൊന്ന് അടച്ചു വെക്കാം. ഇതാ നമ്മുടെ ബീഫ് ഫ്രൈ ഇപ്പം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല കറുത്ത കളറിലായിരിക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ കണ്ടോ, ആ ഒരു കളറൊക്കെ മാറി. ഇത്രയും നേരം ഒരു 40-45 മിനിറ്റോളം നമ്മൾ ചെറിയ തീയിലിട്ട് വഴറ്റി എടുത്തതാണ്. അപ്പം ആ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണിത്. നമ്മൾ കോട്ടയം സൈഡിലേക്ക് മാത്രമല്ല എല്ലാ സ്ഥലത്തും ക്രിസ്മസിനും ഈസ്റ്ററിനും ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിനും ഒക്കെ മെയിനായിട്ട് വിളമ്പുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മൾ ഈ ബീഫ് എടുക്കുന്ന സമയത്ത് കുറച്ച് എല്ലും കുറച്ച് നെയ്യും ഒക്കെ ഉള്ള ബീഫും കൂടി എടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.